അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ ബലിപെരുന്നാൾ വന്നെടുക്കുകയാണ്. 2026 വിശ്വാസികൾക്ക് മുഴുവൻ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, ലോകത്ത് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യുകയാണ്. ബലിപെരുന്നാളിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിലൊന്ന് ബലിദാനമാണ്, ബലിയിറക്കലാണ്. അതുകൊണ്ടാണ് ഉദ്ഹിയ്യത്ത് ഉള്ളതുകൊണ്ടാണ് ഈദുൽ അദ്ഹ എന്ന് തന്നെ പേര് വരാൻ കാരണം. നമുക്ക് ഏറ്റവും പ്രിയങ്കരമായത് അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുക എന്നതാണ് ഇതിൻ്റെ ആശയം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ആ ഒരു മഹാത്യാഗം അള്ളാഹു ഒരിക്കലും ഒരു വാപ്പയോടും അവരുടെ മകനെ വധിക്കണമെന്നോ ബലി കൊടുക്കണമെന്നോ അള്ളാഹു ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൻ്റെ സന്നദ്ധത പ്രകടിപ്പിക്കുമോ എന്ന് മാലോകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്ത ആ ഒരു ബലിദാനത്തിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയുമായിരിക്കും. കഴിയുന്ന ആളുകൾ അന്നത്തെ ദിവസം സാമ്പത്തികമായ കഴിവുള്ള മുഴുവൻ ആളുകളും ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ, അല്ലെങ്കിൽ അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന അത് കഴിഞ്ഞുള്ള 3 ദിവസത്തിനുള്ളിൽ, മൂന്നാമത്തെ ദിവസത്തിൻ്റെ അസ്തമയത്തിന് മുമ്പ് ഉദ്ഹിയ്യത്ത് ചെയ്യാവുന്നതാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കർമ്മമാണ്. ഇതിൻ്റെ മാംസം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്യാൻ സാധിക്കണം. ആടാണെങ്കിൽ ഒരാൾ, മറ്റു കന്നുകാലികളാണെങ്കിൽ 7 പേർക്ക് ഓഹരി ചേർന്നുകൊണ്ടൊക്കെ അത് നിർവഹിക്കാവുന്നതാണ്. നമ്മുടെ നാടുകളിൽ മഹല്ലുകൾ തോറും അത് നിർവഹിക്കപ്പെടാറുണ്ട്. ഒരിക്കലും അതിലൊരു മത്സരബുദ്ധി, പരസ്പരം മേന്മ പറയാനുള്ളൊരു മത്സരം ഒരിക്കലും ആരോഗ്യകരമല്ല. കാരണം അള്ളാഹു നോക്കുന്നത് നമ്മുടെ നിയ്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ചെയ്തു, ഞങ്ങൾക്ക് ഇത്ര ചെയ്യാൻ പറ്റി എന്നൊക്കെയുള്ള മേന്മ പറച്ചിലുകൾ സ്വാഭാവികമായും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് നോക്കുന്നത്. നമ്മുടെ നാടുകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിസരങ്ങളിൽ അതിനേക്കാളും യോഗ്യരായ അർഹതയുള്ള ആളുകൾ തൊട്ടടുത്ത മഹലിലോ തൊട്ടടുത്ത രാജ്യത്തോ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലോ ഉണ്ടെങ്കിൽ, വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ അവരെ നമുക്ക് വക്കാലത്ത് ചെയ്യാൻ പറ്റിയാൽ, അതായത് എൻ്റെ ബലിദാനം, ആ ബലിയെറുക്കാൻ ഞാൻ നിങ്ങളെ വക്കാലത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ നൈജീരിയയിലൊക്കെ നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കളുടെ കീഴിലൊക്കെ നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ലൻ യനാല അല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും എന്ന വിശുദ്ധ ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. ബലിയിറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിന് വേണ്ട. അള്ളാഹുവിന് വേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലെ തഖ്വയാണ്, സൂക്ഷ്മതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച്, ഹദീസിലെ വിവരത്തിനനുസരിച്ച്, നമ്മൾ അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ രോമത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് നന്മ തരികയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.